അപ്പോൾ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. വാഴ 3 പെൺകുട്ടികളുടെ കഥയാണെന്ന് സംവിധായകൻ അനൗൺസ് ചെയ്തതും സോഷ്യൽ മീഡിയയിലെ ആൺസിംഹങ്ങൾ കൂട്ടത്തോടെ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാവം സംവിധായകൻ തൻ്റെ ക്രിയേറ്റിവിറ്റി ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അത് മതനിന്ദ പോലെ വലിയൊരു കുറ്റമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളാണ് വാഴകൾ, ഞങ്ങൾ മാത്രമാണ് വാഴകൾ എന്ന് ചിലർ. പിരീഡ്സ് മൂഡ് സ്വിങ്സും ബെസ്റ്റിയും തന്നെടേ ഇനി എന്ന് ചിലർ. ഇതൊരു ഫെമിനിസ്റ്റ് അജണ്ടയാണ് ബ്രോ എന്ന ടാഗ് ലൈനുമായി മറ്റൊരു കൂട്ടർ. പെൺകുട്ടികൾക്ക് സൗഹൃദമുണ്ടാകുന്നത് കേവലം സ്വാഭാവികമായ ഒന്നല്ല, മറിച്ച് ലോകം നശിപ്പിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അവർ സംവിധായകനെ ഉദ്ബോധിപ്പിച്ചു. പാവം ഡയറക്ടർ ഇപ്പോൾ ഇരിക്കണോ നിൽക്കണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. മാർവൽ യൂണിവേഴ്സ് ഒക്കെ തകർന്നത് കനകം മൂലം, കാമിനി മൂലം എന്നാണ് മറ്റൊരു ദർശനം. പെൺകുട്ടികൾക്ക് റിലേറ്റബിൾ ആകുന്ന ഒരു പടം എടുക്കുക എന്നത് മലയാള സിനിമയിൽ ഒരു ഡേഞ്ചറസ് ഗെയിം തന്നെയാണ്. ഒന്നത് എഴുതി ഫലിപ്പിക്കണം, 2 വിമർശകർ സ്ത്രീപക്ഷവും പുരുഷപക്ഷവും മുതൽ സോഷ്യൽ മീഡിയ കോടതി വരെ കയറാം. മലയാള സിനിമയിൽ പെൺകുട്ടികളുടെ ലോകത്തെ അതിൻ്റെ തനിമയോട് അവതരിപ്പിച്ച ചിത്രങ്ങൾ വളരെ കുറവാണ്. സൂപ്പർ ശരണ്യൊക്കെ അപൂർവം എന്നാലും അത്യാവശ്യം ഹിറ്റായി. ആൺ സൗഹൃദങ്ങളെക്കുറിച്ച് എഴുതുക എന്നത് എളുപ്പമാണ്. അവർക്കൊരു ബൈക്കും കുപ്പിയും ഒരു പൊതു ശത്രുവിനെയും കൊടുത്താൽ ആ രംഗം താനേ എഴുതപ്പെട്ടുകൊള്ളും. അടിയിൽ തുടങ്ങി പിരിയാൻ പറ്റാത്ത ഒരു 100 ആണുങ്ങളെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുന്നവരിൽ തന്നെ കാണും. റോയൽ എൻഫീൽഡ് ഓടിക്കുകയും എല്ലാ സീനിലും പിതൃമേധാവിത്വത്തോടെ അലറുകയും ചെയ്യുന്ന ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് വാഴ 3 നൽകുന്നതെങ്കിൽ അതൊരു വലിയ പരാജയമായിരിക്കും. മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ആൺകുട്ടികളുടെ കമ്മിങ് ഓഫ് ഏജ് കഥകൾ ഒരു പ്രത്യേക വ്യാകരണത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. തമാശ കലർന്ന കളിയാക്കലുകൾ, പരാജയങ്ങൾ, ഉള്ളിലൊതുക്കിയ ദുർബലതകൾ, വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്ന കൂറ്, അടി, രാത്രിക്കറക്കം, ഇമോഷൻസ് ഒതുക്കി വെച്ച് ലാസ്റ്റുള്ള പൊട്ടിത്തെറികൾ. സിനിമയെ സംബന്ധിച്ച് ഇതിനൊരു മെച്ചമുണ്ട്, ബാഹ്യമായ ആവിഷ്കാരം. പുരുഷ സൗഹൃദങ്ങൾ ദൃശ്യമാണ്, ചങ്ക് പറിച്ചു തരുന്നത് കാണിക്കാൻ എളുപ്പമാണ്. ബന്ധം തകർന്നാലും ഒരു സംഘട്ടനത്തിലൂടെയോ ത്യാഗത്തിലൂടെയോ പഴയ ഓർമ്മകളിലൂടെയോ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു. പ്രേമം, ദിൽ ചാഹത്ത ഹൈ തുടങ്ങിയ സിനിമകൾ അനായാസമായി അനുഭവപ്പെടാൻ കാരണം ഇതാണ്. ദേ ഇവൻ ആര്, എൻ്റെ ഫ്രണ്ട്, തീർന്നു ഡെഫിനിഷൻ. പെൺ സൗഹൃദങ്ങളിൽ പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നത് മാത്രമല്ല കാര്യം, മറിച്ച് നിന്നോടൊപ്പമുള്ളപ്പോൾ ഞാൻ ആരാണ് എന്ന ചോദ്യമാണ് പ്രധാനം. മധ്യവർഗ കുടുംബത്തിൽ ആൺകുട്ടി ഒരു പ്രോജക്റ്റാണ്, പെൺകുട്ടി ഒരു ഉത്തരവാദിത്വം. പ്രോജക്റ്റ് സക്സസ് ആവണം. അവന് പരാജയപ്പെടാനും അലഞ്ഞു തിരിയാനും പരീക്ഷിക്കാനും അനുവാദമുണ്ട്. സമൂഹം കരുതുന്നത് അവൻ എങ്ങനെയെങ്കിലും ജീവിതം പച്ചപിടിപ്പിക്കും എന്നാണ്. അവൾക്ക് അലഞ്ഞു തിരിയാൻ അനുവാദമില്ല. അവൾ നേരത്തെ പക്വത പ്രാപിക്കണം. അവളുടെ ജീവിതം നാട്ടുകാരെന്ത് പറയും, വിവാഹപ്രായം, കുടുംബമഹിമ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മലയാള സിനിമയിൽ പെൺ സൗഹൃദങ്ങൾ മിക്കപ്പോഴും കുശുമ്പ് പറയുന്നവരായോ അല്ലെങ്കിൽ നായകന് വേണ്ടി പ്രണയദൂത് പോകുന്നവരായോ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കും. സമ്മർദ്ദഘട്ടങ്ങളെ നേരിടുന്ന രീതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പരിണാമപരമായ വ്യത്യാസമുണ്ടെന്ന് ഗവേഷകർ, പ്രത്യേകിച്ച് ഷെല്ലി ടൈലർ ചൂണ്ടിക്കാട്ടുന്നു. പരിണാമ കാലഘട്ടത്തിൽ പുരുഷന്മാർ വേട്ടക്കാരായും പോരാളികളുമായാണ് നിലകൊണ്ടിരുന്നത്. അതിനാൽ അവർക്കിടയിലെ സൗഹൃദം വിശ്വസ്തതയും കരുത്തും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. പെൺ സൗഹൃദങ്ങൾ വൈകാരികമായ പങ്കുവെക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതായത് ഡേറ്റിംഗ് ആൻഡ് ഇൻറ്റിമേറ്റ്. അവർ മുഖാമുഖമിരുന്ന് സംസാരിക്കുന്നു. കണ്ണുകളിലെ മാറ്റങ്ങൾ, സ്വരത്തിലെ വ്യത്യാസം എന്നിവ അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നു. ഇതിനെ സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് വിളിക്കുന്നു. പെൺ സൗഹൃദം സാഹിത്യത്തിലും ചരിത്രത്തിലും സിനിമയിലും അന്യമല്ല. പെൺകുട്ടികൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുമോ എന്ന വുൾഫിന്റെ ചോദ്യം സാഹിത്യലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. എലിന ഫെറാന്റെ മൈ ബ്രില്യൻ ഫ്രണ്ട് എന്ന നോവൽ പരമ്പര ആധുനിക സാഹിത്യത്തിലെ സ്ത്രീ സൗഹൃദത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. 2 പെൺകുട്ടികൾക്കിടയിലെ സ്നേഹം, അസൂയ, മത്സരം, ആഴത്തിലുള്ള വൈകാരിക ബന്ധം എന്നിവയെ അത് തന്മയത്വത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഗ്രേറ്റ ഗർവിക് സംവിധാനം ചെയ്ത ലേഡി ബേർഡ്, സാലി റൂണി എഴുതിയ കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ്, ദ സിസ്റ്റർഹുഡ് ഓഫ് ദി ട്രാവലിംഗ് പാൻസ് തുടങ്ങിയ പുസ്തകങ്ങളിലൊക്കെ ധാരാളം സംഘർഷവും സൗഹൃദവും നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകളെ കാണാം. ആൺകൂട്ടുകാരുടെ അലമ്പ് ആഘോഷിക്കപ്പെടുന്നത് പോലെ തന്നെ പെൺകുട്ടികളുടെ ഇടയിലെ തമാശകളും പിണക്കങ്ങളും കടുത്ത തീരുമാനങ്ങളും ആഘോഷിക്കപ്പെടണം. പെർഫെക്ഷൻ ഇല്ലാത്ത, പഠിപ്പിസ്റ്റായാലും അല്ലെങ്കിലും സമൂഹം പറയുന്നത് കേട്ട് നല്ല കുട്ടിയാകാൻ മുഖംമൂടി അണിയുന്ന ഒരു പറ്റം പെൺവാഴകളെ മലയാളി കൈനീട്ടി സ്വീകരിക്കുമോ എന്ന് എഴുത്തുകാരൻ വിപിൻ ദാസ് തെളിയിക്കണം.